രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, വീശുമുറം അവൻ്റെ കയ്യിലുണ്ടെന്നുള്ള ആ മെസ്സേജിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ പാറ്റുമ്പോൾ പറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഈ പതിരുകളെപ്പോലെ നമ്മൾ കിടന്നാൽ ഒരു പക്ഷേ കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മുടെ കേരളക്കരയിലും അല്ലെങ്കിൽ ആഗോള വ്യാപകമായി വലിയൊരു പീഡയുടെ അനുഭവം, വലിയൊരു ശുദ്ധീകരണത്തിൻ്റെ മേഖല ദൈവം അയച്ച് വിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറ്റപ്പെട്ടാൽ നമ്മൾ പാറിപ്പോകുന്നവരായി തീരുമോ? നമ്മൾ വിശ്വാസം തള്ളിക്കളയുന്നവരായി മാറുമോ? ആ സണ്ണിപ്പാസ്റ്റർ വിളിച്ചതുപോലെ ശ്രീറാം വിളിച്ചുകൊണ്ട് നമ്മളും പോകേണ്ട ഗതികെട്ട അവസ്ഥ നമുക്ക് വരുമോ? അതോ നമ്മൾ രക്തസാക്ഷികളാകാൻ നമുക്കുള്ള വിശ്വാസം ഉണ്ടാവുമോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും. സ്തേഫാനോസ് ആകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോൾ 1000 സ്തേഫാനോസിന്റെ ശക്തിയുള്ള ഒരു പൗലൂസിനെ ദൈവം അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം സഭട കുതിച്ചു ചാട്ടത്തിനിടയായെന്നാണ് സ്വത്രം വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. ഒരു ദിവസം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സ്വത്രം, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. കളം ലോകമാണ്, വീശുമുറം പ്രതികൂലമാണ്. ഈ നിറമണി എന്നുള്ളത് അല്ലെങ്കിൽ പതിരെന്നുള്ളത് ഇന്നത്തെ വിശ്വാസികളെ നമുക്ക് തുലനം ചെയ്ത് പഠിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, വചനയാനമില്ലാതെ, യാതൊരു ആത്മീയമായ അനുഭവങ്ങളും ഇല്ലാതെ പതിരിനെപ്പോലെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമായി നമ്മുടെ ക്രൈസ്തവ കോളം അധപ്പതിച്ചു, ജീർണിച്ചു പോയി. ചെറിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ പോലും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസികൾ, രോഗം വരുമ്പോൾ തകർന്നു പോകുന്ന അനുഭവം, കഷ്ടത വരുമ്പോൾ നിരാശയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന വിശ്വാസി. ഹല്ലേലൂയ. എങ്ങനെ അവർക്ക് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംശികളായി തീരാൻ കഴിയും? ഇവിടെ നിറഞ്ഞ ആത്മീയനുഭവം ഉണ്ടായിരിക്കണം, നിറമണികളായി തീരണം. സഭ അതിനാ വെച്ചേക്കുന്ന എഫെസ്യരിൽ പറയുന്നേ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാം സഭ. അപ്പൊ സഭയിൽ ഈ നിറവ് പ്രാപിക്കാൻ കഴിയും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന കൂട്ടം, അതൊരു സഭയാണ്. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായമാണ് സഭയുടെ ആവിർഭാവം. ആത്മശക്തിയോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് 3000 പേര് മുമ്പോട്ട് വന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതാ സഭ. ഉപദേശമില്ലാത്ത സഭകളൊന്നും സഭകളല്ല. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ സഭകളില്ലെങ്കിൽ അത് സഭയല്ല, അത് എന്റർടൈൻമെന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാറും. ഇനിയിപ്പോൾ അങ്ങനെ അധപ്പതിച്ചിരിക്കുക. യെരുശലേം കാണിക്കാൻ കൊണ്ടുപോവുക, സിംഗപ്പൂർ കാണിക്കാൻ കൊണ്ടുപോവുക, ലോകത്തുള്ള ഭൗതികമായ വിഷയങ്ങളിൽ സഭ ഉടക്കി കിടക്കുക. പത്യവചനം പത്യോപദേശ സഭയിൽ പ്രസംഗിക്കുന്നില്ല. കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസിയെ ആത്മീയമായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. എവിടെയാണ് നിറമണിയാകുന്നത്? പ്രിയമുള്ളവരെ, എവിടെയാണ് നിറമണിയാകുന്നത്? എഫെസ്യർ 3:16 മുതൽ 19 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 3:19 മുതൽ 16 വരെ ശ്രദ്ധിച്ചു കേൾക്കണേ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. ഹല്ലേലൂയ. സ്തോത്രം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും
ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് പിതാവിനെ പ്രസാദിപ്പിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിന് കീഴ്പ്പെട്ട് ജീവിച്ച് ഒരു നിറഞ്ഞ ആത്മീയ അനുഭവത്തിലായിരുന്നത് പോലെ നമ്മളും അതേ അനുഭവത്തിലായിരിക്കണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ആ ആത്മീയ നിറവിൽ നമുക്ക് വസിക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്ന് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പൊ കർത്താവ് മുന്തിരിവള്ളിയാണെങ്കിൽ പിതാവ് തോട്ടക്കാരനാണെങ്കിൽ നമ്മൾ ആരാ? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം തരുന്ന പഠനം, നാം കർത്താവിൽ വസിക്കുന്ന ഒരു ശാഖ. ഹല്ലേലൂയ. മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ വസിക്കുന്ന ഒരു ശാഖയായി നിലകൊണ്ട് ആ കർത്താവിൽ നിന്നുള്ള ലവണങ്ങളും ഊർജങ്ങളും എല്ലാം ഏറ്റെടുത്ത് കർത്താവിൽ നിന്നുള്ള കൃപകളൊക്കെ പ്രാപിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് തികഞ്ഞ ആത്മീകരായി നിറമണികളായി കൃപകളാലും വരങ്ങളാലും നിറയപ്പെട്ട ഒരു അനുഭവമാണ് ഒരു ദൈവപൈതലിൽ ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് നിറമണിയാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ പാറ്റുമ്പോൾ പാറിപ്പോകും. അങ്ങനെ പാറിപ്പോകുന്ന പതിരുകളെ കൂട്ടിയിട്ട് കത്തിച്ച് കളയുമെന്നാണ് വചനം പറയുന്നത്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതാ നരകം. പതിരുകളെല്ലാം കൂട്ടിയിടും ദൈവം. നിറമണികളായി നിറഞ്ഞ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കൂട്ടിയിടും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യം കൂടി ഇതിനോടനുബന്ധിച്ചൊന്ന് വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ ദയവായി ശ്രദ്ധിച്ചാലും. സഹോദരന്മാരെ, സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന് 9, 10 വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഉടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരുമായി തീരുക. നീതി ഫലം. നീതി ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം കിട്ടും. വിശുദ്ധീകരണത്തിൻ്റെ അന്തമാണ് നിത്യജീവനെന്ന് റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നു. നീതി ഫലമുള്ളവരായി തീരുക. ദൈവസഭയ്ക്ക് സഫലന്മാരായി തീരുക. ഇന്ന് എത്ര കൂട്ടങ്ങൾ ആ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ദൈവസഭയ്ക്ക് ഫലമുള്ള വിശ്വാസികൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരായി ഒരാത്മീക നിറവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? എപ്പോഴും പറയുന്ന വേദഭാഗങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളത് കേട്ടും പഠിച്ചും ആത്മീയമായി ഉണർത്തപ്പെട്ട കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾക്കിടയായിത്തീരും. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വളർച്ച പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഒരു നിറവിലേക്ക് സഭകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാരാൽ നടത്തപ്പെട്ട സഭകൾക്ക് എന്തുണ്ടായി? സമാധാനമുണ്ടായി. ഇന്ന് സഭയ്ക്ക് സമാധാനമില്ല. സഭ കോടതി കയറി ഇറങ്ങുക. രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് പാസ്റ്ററും വിശ്വാസികളും കോടതി കയറി ഇറങ്ങുക. സഭയ്ക്ക് സമാധാനമില്ല. എന്നാൽ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. അത് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ഇങ്ങനത്തെ സഭകൾ എവിടെയുണ്ട്? 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, പ്രവൃത്തി 16-ന്റെ 4. അവർ പട്ടണം തോറും ചെന്ന യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ പെരുകുകയും ചെയ്തു. ആദിമ സഭകളുടെ നിലവാരമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആത്മീക നിറവുണ്ടായിരുന്നു ആ സഭയ്ക്ക്. ഹല്ലേലൂയ. ആത്മശക്തി ഉണ്ടായിരുന്നു ആ സഭയ്ക്ക്.
നല്ല കരുത്തുറ്റ വിശ്വാസികളായിരുന്നു ആ സഭയിൽ. ഇന്ന് അവസ്ഥകളൊക്കെ മാറിയില്ലേ സഹോദരങ്ങളെ? ബലഹീന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കില്ലേ സഭ? സഭയ്ക്ക് പണമുണ്ട്, ധനമുണ്ട്, സഭയ്ക്ക് ഹോളുണ്ട്, സഭയ്ക്ക് കൺവെൻഷൻ പന്തലുണ്ട്, സഭകൾക്ക് എന്തുണ്ട്? കോടിക്കണക്കിലൂടെ ആസ്തിയുണ്ട്, ഉപവാസ പ്രാർത്ഥനകളുണ്ട്, സഭായോഗങ്ങളുണ്ട്, കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, പരസ്യ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ വിശ്വാസി ആത്മീയ കുരുടനായി, ആത്മീയ ദരിദ്രനായി, ആത്മീയ നഗ്നനായി കിടക്കുക. ഹല്ലേലൂയ. എന്തോ സംഭവിച്ചു സഭയ്ക്ക്? മുല്ലിച്ചതി സംഭവിച്ചു. ഒരു അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വന്നു എന്നൊരു നിലവാരത്തിലേക്ക് സഭകൾക്ക് വരാൻ കഴിയാതെ സഭകൾ പുറകോട്ട് പോയി. സാത്താന്റെ പ്രവൃത്തി സഭയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യാരാധന സഭയിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ജീവിതം സഭയിൽ നിന്ന് അപ്രത്യക്ഷമായി. വേർപാടും വിശുദ്ധിയൊക്കെ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആത്മഫലത്താലും വരത്താലും നിറയപ്പെട്ട, കൃപാവരങ്ങളാൽ നിറയപ്പെട്ട വ്യക്തികൾ സഭകളിൽ ഇല്ല. സഭ ആത്മീയമായി ശുഷ്കിച്ചു പോയി. സഭകൾക്ക് പ്രത്യാശയില്ല. ദുരുപദേശത്തിന്റെ സംഘങ്ങളായി ഇന്നത്തെ സഭകൾ അധപ്പതിച്ചു. പണ്ടൊക്കെ സഭകളിലെ ദൈവവചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രസംഗം പറയുകയോ സാക്ഷി പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പാസ്റ്റർമാർ അവരെ ശക്തിമായി താക്കീത് കൊടുത്ത് അവരെ തിരുത്തി ഇരുത്തുമായിരുന്നു. ഇന്ന് തിരുത്തേണ്ടവർ തന്നെ ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ആരാ തിരുത്താൻ? ആരാ തിരുത്താനുള്ളേ? എപ്പപ്രാസല്ല, പ്രിസ്കില്ലയും അക്വിലാവിനെയും കുറിച്ച് നമുക്ക് പ്രവൃത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. നല്ല വചനജ്ഞാനമുള്ള, നല്ല ദൈവസ്നേഹമുള്ള, കൃപാവരങ്ങളൊക്കെ ഉള്ള. അപ്പൊല്ലോസ് വചനം പ്രസംഗിക്കാനായിട്ട് വന്നപ്പോൾ പുള്ളിക്ക് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ അപ്പൊല്ലോസിനെ ചേർത്തുകൊണ്ട് ക്രിസ്തുമാർഗത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ ഉപദേശത്തെ സ്പഷ്ടമായിട്ട് അവനെ സ്തോത്രം പറഞ്ഞു കേൾപ്പിച്ചവനെ വളർത്തിയെടുക്കുന്ന അനുഭവം പ്രിസ്കില്ലയും അക്വിലാസിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നത്തെ പ്രിസ്കില്ലയും ആരും അക്വിലാസുമാരും ഏതവസ്ഥയിൽ കിടക്കുക? അവർ കൂടാരപ്പണി ചെയ്തിട്ടാണ് ആ ഉപദേശം പറഞ്ഞ് അവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കൂടാരപ്പണിയല്ല, എല്ലാം ഗൾഫിലാണ്, എല്ലാം അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയാണ്. എല്ലാം പ്രതാപമുള്ള ജീവിതമായി മാറി. ഇളമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, പ്രതാപമുള്ള ജീവിതം, ഒന്നിനും മുട്ടില്ല. അതുപോലെ സങ്കീർത്തനം അതല്ലേ പ്രസംഗിക്കുന്നേ? യഹോവയുടെ ഇടയിലാണെന്ന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുതിയ നിയമസഭയിലോ മുട്ടുണ്ടാകും, കഷ്ടതയുണ്ടാകും. അവിടെ പിടിച്ചു നിൽക്കണം. ഈ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്, ഒരു പ്രവാസിയാണെന്നുള്ള ചിന്തയോടെ ഒരല്പകാലം, ഒരു ടെമ്പററി ആയിട്ട് ഞാനിവിടെ താമസിക്കാൻ വന്ന ആളാണ്. ഇത് കഴിയുമ്പോൾ എനിക്ക് കർത്താവ് ഒരുക്കുന്ന നിത്യതയിലേക്ക് പോയി കർത്താവിനോടൊപ്പം സന്തോഷിക്കാമെന്നുള്ള ആ മഹാസന്തോഷത്തിൻ്റെ ഉടമയായി തീരാമെന്നുള്ള ഒരു ചിന്തയോടെ ഒരു പ്രവാസിയായി, ഒരു പരദേശിയായി നമ്മളിവിടെ ജീവിക്കണം. ഒരു അല്പകാലം നമ്മളിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റപ്പെടുകയാണ്. നമ്മളെ നല്ല ലോകത്തുള്ള ഏത് മഹാരഥനും 70, 80, 100, 130 ഒക്കെ വയസ്സ് കിട്ടിയെന്ന് വന്നാലും അത് കഴിയുമ്പോൾ ലോകത്തുനിന്ന് മരിച്ച് മാറ്റപ്പെട്ടേ മതിയാകൂ. എങ്ങോട്ട് പോകും നമ്മൾ? എങ്ങോട്ട് പോകുന്നു? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ചിന്തയുണ്ടോ? ഹല്ലേലൂയ. ഞാൻ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. സഭയുടെ ആത്മീയ നിലവാരം തകർന്ന് തരിപ്പണമായി പോയില്ലേ സഹോദരങ്ങളെ? വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന സഭകൾ എത്രയുണ്ട്? ഹല്ലേലൂയ. സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു, പ്രത്യാശയിൽ ഉറച്ചു, മഹാസന്തോഷമുള്ളവരായിരുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. ഞാനത് പറയാൻ താല്പര്യപ്പെടുക. വടക്കേ ഇന്ത്യയിലൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നത്തെക്കുറിച്ചും പ്രതികൂലങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി, ഞാൻ കരഞ്ഞുപോയി. രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ, ഭർത്താവ് രക്ഷിക്കപ്പെടുമ്പോൾ ഭാര്യ പിണങ്ങുകയാണ്, ഭാര്യ ഇട്ടിട്ട് പോവുകയാണ്, മക്കൾ ഇട്ടിട്ട് പോവുകയാണ്.
ഉപദ്രവിക്കുകയാണ്. ഇനി സുവിശേഷ വിരോധികൾ വീടടിച്ച് തകർക്കുന്നു, വാഹനങ്ങൾ തല്ലിപ്പൊളിച്ച് കളയുന്നു, അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു, അവരുടെ ഉപകരണങ്ങളെല്ലാം തകർത്ത് കളയുന്നു. സുവിശേഷ വിരോധികൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു ദൈവപൈതലായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പോയി വരുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അവരോട് ചോദിക്കും, ഇപ്പം എങ്ങനെയിരിക്കുന്നു നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം? അവർ പറയുന്ന മറുപടിയാണ് എന്നെ കരയിപ്പിച്ചത്. ഞാൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ ഞാൻ ആനന്ദിക്കുന്നു. ഈ ഭൂമിയിലെ ഹ്രസ്വമായ ജീവിതം ഒരു പരദേശിയെപ്പോലെ, ഒരു പ്രവാസിയെപ്പോലെ ജീവിച്ച് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് പോകുകയില്ലെന്ന് ഒരേ ശബ്ദത്തോടെ പറയുക. നമ്മുടെ കേരളക്കരയിലോ ഞാൻ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമായിരുന്നു. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ട് അന്യഭാഷയൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ ഭയങ്കര അനുഗ്രഹങ്ങളാണ്. എന്താ അനുഗ്രഹം? സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചൊന്നും ഇവർ പറയത്തില്ല. ഇവർ പറയുന്നത് ഞങ്ങളുടെ കഷ്ടത കർത്താവ് മാറ്റി, ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റി, ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. എനിക്ക് 3 മക്കളുണ്ട്, 3 മക്കൾക്ക് 3 കാറ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കാറ്, എനിക്കൊരു കാറ്, 5 കാറ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മക്കളുടെ ഭാര്യമാർക്ക് വേറെ കാറ് വരും. കാരണം അനുഗ്രഹം വേണ്ടേ? അനുഗ്രഹം കാറിലിരിക്കുക, വീടിലിരിക്കുക, വിസയിലിരിക്കുക, വിദേശയാത്രയിലിരിക്കുക എന്നല്ലേ ഇന്നത്തെ പഠിപ്പിക്കല്. ഇത് പൊളിച്ചെഴുതണം. ഭൗതിക അനുഗ്രഹമാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ കുവിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് സാത്താൻ്റെ ഉപദേശമാണ്. ദൈവാനുഗ്രഹം എന്നുള്ളത് ആത്മീകമാണ്, സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്, മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല. ഹല്ലേലൂയ. കാരണം നമ്മളിവിടെ ഒരു പരദേശിയാണ്, ഒരു പ്രവാസിയാണ്, ഒരു അല്പകാലം. ഇബ്രാഹിമിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാളികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അവർ കാത്തിരുന്ന നഗരം അതായിരുന്നു. നമ്മളിപ്പം നരകത്തിലേക്കാണ് കാത്തിരിക്കുന്നത്. അത് ദൈവശില്പിയായി നിർമ്മിച്ചതാണ്. നമ്മളൊക്കെ പാർക്കുന്ന വീട് നല്ല നല്ല എഞ്ചിനീയർമാർ വന്നൊക്കെ നല്ല പ്ലാനൊക്കെ വരച്ച് നല്ല പണിത വീടുകളാണ്. അത് ഇവിടെ ഈ ശരീരത്തിൽ ഇവിടെ താമസിക്കാനേ പറ്റത്തുള്ളൂ. പലർക്കും അബദ്ധം പറ്റിയിരിക്കുക. ഇവിടെ താമസിക്കാനൊരു കൂടാരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ബുദ്ധിയുള്ളവർ ചെറിയ തോതിൽ അത് പണിതിടുക. അല്ല 14-15 കോടിയുടെ വീടൊന്നുമല്ല വെക്കുന്നേ. 11 കോടിയുടെ വീട് വെച്ചെന്നും പറഞ്ഞ് നമ്മളാരും കിടന്ന് തുള്ളണ്ട. അത് 11 കോടിയുടെ വീട് വെച്ചിട്ട് നരകത്തിൽ പൊക്കോട്ടെ. എനിക്ക് പറയാനുള്ളത്, ഭൗതികമായി നമ്മൾ ലാസറിനെ പോലെ ആയിരുന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ നിത്യതയിൽ നമ്മൾ കാണണം. അതാണ് എൻ്റെ വിഷയം. മനസ്സിലായോ? പണ്ട് ഒരു പാസ് പറഞ്ഞ പോലെ മക്കൾ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകുന്ന ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സപ്ലയർ ആയിരിക്കാം, ക്ലീനർ ആയിരിക്കാം. കാഹളം ധ്വനിക്കുമ്പോൾ ഈയാമ്പാറ്റകളെ പോലെ പറന്നു പോകുന്ന കൂട്ടത്തിൽ നീ ഉണ്ടാകുമെന്ന് ചിന്തിച്ചോളാം. ജോലി ഏതാണെങ്കിലും കുഴപ്പമില്ല. തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് വിലയേറിയ ജോലികളൊക്കെ വാങ്ങി 4-5 ശമ്പളമൊക്കെ മേടിച്ച് സുഖിക്കുന്ന സുഖിയന്മാരായി നമ്മുടെ ക്രൈസ്തവ കോളം മാറിയില്ലേ? ഭൗതിക ദാരിദ്ര്യങ്ങളെല്ലാം വിട്ടുപോയില്ലേ? സമ്പത്തെല്ലാം വർദ്ധിച്ചില്ലേ? വിദേശ നാണയങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ കയറി വന്നില്ലേ? എല്ലാം നല്ലത് തന്നെ നിങ്ങൾ ചിന്തിച്ചോ? ആത്മീകമായിട്ട് എങ്ങനെ ഇരിക്കുന്നു? സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വാസം വർദ്ധിച്ചോ? പ്രത്യാശ വർദ്ധിച്ചോ? സന്തോഷം വർദ്ധിച്ചോ? സമാധാനം വർദ്ധിച്ചോ?
സ്വർഗീയമായ സന്തോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കുന്നുവോ? ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം. ആ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? മൊബൈലിലെ ചപ്പും ചവറും കണ്ടുകൊണ്ട് കിടന്ന് കാറുകയല്ലേ നമ്മൾ? ആത്മാവിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു വിഷയം കിട്ടി. ഞാൻ എന്തോ ഒരു സന്തോഷമായിരുന്നറിയോ എനിക്കത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആത്മീക സന്തോഷം, ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. യോനയ്ക്ക് കുറെ സന്തോഷം ഉണ്ടായി. എന്തായിരുന്നു? നല്ല ചൂടുള്ള സമയത്ത് ദൈവം കിടന്ന് കാറിയപ്പോൾ ഒരാവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. ആ ആവണക്കിൻ്റെ തണലിൽ യോനയെക്കുറിച്ച് പറയുന്നത്, യോന അത്യന്തം സന്തോഷിച്ചു. ഈ ലോകത്തിൻ്റെ തണലിൽ, ഈ ലോകത്തിൻ്റെ ഭൗതികത്തിൽ, യൂറോ ഡോളറിൽ, അമേരിക്കൻ ഡോളർ, കെനി, റിയാല് ഇതൊക്കെ വന്നപ്പോൾ സന്തോഷിക്കണ്ട. നിന്റെ വിക്കറ്റ് കൊണ്ട് സാത്താൻ പോകും. അതിനെ ഇത് ഉപകരിക്കത്തുള്ളൂ. അത് കൂട്ടി വെച്ച് മക്കൾക്കും മക്കളുടെ മക്കൾക്കും സമ്പാദിച്ച് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നോണ്ട് കൈ ഓടിച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. ഭൗതികം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതി. പരിമിതമായ നിലയിലുള്ള ഭൗതികം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവഭയമുള്ളവരായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ അഹങ്കാരികളായി പോകും. വചനം വേണോ നിങ്ങൾക്കതിനെ? വചനം വേണോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഞാനത് വായിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യാശ വർദ്ധിക്കാനിടയായി. ഞാനൊരു ധനാഢ്യനായി ജീവിക്കാൻ വേണ്ടി ഞാനും വിദേശത്ത് പോയ ആളാണ്. പക്ഷേ എന്നെ ദൈവം അവിടെ നിന്ന് തല്ലി ഓടിച്ചു. മനസ്സിലായോ? ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു. പ്രിയ ദൈവമക്കളെ, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു. എങ്ങനെയുണ്ട്? ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു. ഗർവ് ഉണ്ടാകാനുള്ള 2 കാരണങ്ങൾ: സൗന്ദര്യം, ധനം. 3, അറിവ് ചീർപ്പിക്കുന്നു. അറിവ് ഗർവുണ്ടാക്കുന്നു. പോയില്ലേ? പണം നല്ലതാന്നേ, അത് ദൈവഹിതപ്രകാരം നമ്മൾ വിനിയോഗിക്കണമെന്നേ. അതിൽ കിടന്ന് സന്തോഷിക്കരുത്, പ്രത്യാശിക്കരുത്. ഇത് വന്ന് കൂടുന്തോറും നിന്റെ നിത്യത നഷ്ടമാകുക, ലഗേജ് കൂടുക. ലെസ് ലഗേജ് മോർ കംഫർട്ട്, മോർ ലഗേജ് ഡേഞ്ചർ. ലഗേജ് കൂടുക, അത് തോട്ടങ്ങളായിട്ടും വീടുകളായിട്ടും. എനിക്കറിയാം ഭക്തന്മാർക്ക് അനേക വീടുകൾ, 3-4 വീടുകളുണ്ട്. യേശുദാസനം കണ്ട് 4 ഫ്ലാറ്റ്, അതായത് ലക്ഷറി ഫ്ലാറ്റ് ഈ എറണാകുളം പട്ടണത്തിലുണ്ട്. പക്ഷേ മൊബൈൽ, ഈ യൂട്യൂബിൽ ഇതിലൊക്കെ വന്നതാണ് ഞാൻ പറയുന്നത്. എന്താ സംഭവിച്ചു? സ്വന്തം അനിയൻ സൂയിസൈഡ് ചെയ്തു, അല്ല മോനും ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് പറയണേ. ജീവിക്കാൻ നിർവാഹമില്ലാതെ വാടക വീട്ടിൽ കിടന്നു. സ്വന്തമായിട്ടൊരു വീടില്ല. 4 വീട് പ്രിയ ഗായകൻ പാട്ടുപാടി ഉണ്ടാക്കിയിട്ട് അത് പൂട്ടിയിട്ടേക്കുക. അതാർക്ക് വേണ്ടിയാണോ ഇട്ടേക്കണേ? മഹോദര കാലത്ത് പുള്ളിക്ക് ഒന്ന് താമസിക്കാനായിരിക്കും, അല്ല പിന്നെ ഞാനെന്താ പറയുന്നത്? ധനം കൊണ്ട് എന്ത് പ്രയോജനം? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ഏകവാക്യത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നുള്ളതും, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ള ഏകവാക്യ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് 1 കൊരിന്ത്യർ 13 ഒരു അധ്യായം തന്നെ കർത്താവ് നമുക്ക് തന്നിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുക അപ്പോസ്തലനിലൂടെ. അത് വായിച്ച് പഠിക്ക്. മാസത്തിലൊരിക്കൽ ആ അധ്യായം ഒന്ന് വായിക്ക്. ദൈവസ്നേഹമുള്ള വിശ്വാസികളായി തീരട്ടെ. എൻ്റെ അനുജൻ്റെ മോനോട് അവൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ചോദിച്ചപ്പോൾ, മോനെ
സ്വർഗത്ത് പോകുന്ന കാര്യം ഒരൊറ്റ ഒരെണ്ണം സ്വർഗത്ത് പോകത്തില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താ? അതങ്ങനെയാ ജീവിതം. സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല, പണമുണ്ട്. ദൈവമക്കളെ, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ഞാൻ നിങ്ങൾക്ക് തരിക. ഇത് അനീതിയുള്ള മാമൂന. ഇത് നമ്മളെ കൊണ്ടേ പോവുള്ളൂ. വെള്ളപ്പൊക്ക സമയത്ത് കുത്തൊഴുക്ക്, എല്ലാ ദേശത്തുള്ള മഴയും കൂടി ഒഴുകി ഒരു വലിയ ആറ്റിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ കട്ടിൽ വരുന്നു, മേശ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ചൂല് വരുന്നു, വടി വരുന്നു, കുട വരുന്നു, എല്ലാം ഇങ്ങനെ ഒഴുകി വരിക. അപ്പുറം ഇപ്പുറവും നിന്ന് ബിരുദന്മാർ പിടിച്ചെടുക്കുക. അപ്പം അങ്ങനെ നോക്കിയാൽ വട്ടത്തിൽ ഉരുണ്ട ഒരു സാധനം വന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അടിയാതെ പിടിച്ചെടുത്തോ, എന്താണെന്ന് അറിയത്തില്ല, പിടിച്ചോളാൻ പറഞ്ഞു. കേട്ട മാത്രയിൽ ചാടി കയറി അങ്ങ് പിടിച്ചു. സ്തോത്രം. അത് ഒരു ദുഷ്ടജന്തുവായിരുന്നു, ഒരു മൃഗമായിരുന്നു. കരടി 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 ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയായിരുന്നു, കൈയും കാലൊക്കെ ചുരുട്ടി വെച്ച്. കരടിയെ കയറി ഇവൻ പിടിച്ചതും കരടി കയറി ഇവരെ പിടിച്ചു. അപ്പൊ ഇവന് സംഭവം മനസ്സിലായി, എന്നെ കരടി പിടിച്ചിരിക്കുകയാണ്. ഒഴുകി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പരൻ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, അടിയാ എന്താടാ നീ പോകുന്നത്? അത് ഞാൻ പിടിച്ചതൊരു കരടിയാടാ. എന്നാ അങ്ങ് വിട്ടേര്. അവൻ മറുപടി പെന്തക്കോ സമൂഹം ഒന്ന് കേൾക്കണം. ഭൗതികത്തിന്റെ പിറകെ ഓടുന്നവരൊന്ന് കേൾക്കണം. ഞാൻ വിട്ടുവളിയാ, എന്നെ അത് വിടുന്നില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ വളരെ നിറഞ്ഞ സന്തോഷത്തോടെ, നല്ല ആത്മീയ അനുഭവത്തോടെ ഞാൻ ദൈവത്തിന് ഇന്ന് പറയുക, നമുക്ക് പണം ഉണ്ടാകുന്നതിലൂടെ എനിക്ക് ഒരു വിരോധമൊന്നും എനിക്കില്ല. നമ്മുടെ ഭൗതികം, ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു. ഞാനത് അനുഭവിച്ച ആളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ധനാഢ്യന്മാരുടെ വാക്കുകൾക്ക് കുത്തിക്കീറുന്ന കത്തിയേക്കാൾ മൂർച്ചയുണ്ട് സഹോദരങ്ങളെ. മനസ്സിലായോ? ധനം ഗർവുണ്ടാക്കും, സൗന്ദര്യം ഗർവുണ്ടാക്കും, അറിവ് ചീർപ്പിക്കും, ഗർവുണ്ടാക്കും. അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ടോണം. ദൈവകൃപയിൽ ശരണപ്പെട്ടോണം. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. നിറമണികളായി നിന്നോണം. പതിരായി പോയാൽ ദൈവവചനമനുസരിച്ച്, ഉപദേശമനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുന്നില്ലെങ്കിൽ, ആ ആത്മീയ നിറവ് നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ പതിരുകളായി പോകും. പ്രതികൂലം വരുമ്പോൾ നമ്മൾ പാറിപ്പോകും. നമുക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായി. ഹല്ലേലൂയ. ദൈവഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് ഉദ്ദേശിച്ചത് ഇസ്രയേൽ ഗ്രഹത്തെയാണ്. അത് നമ്മിൽ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥ എന്താ? ഹല്ലേലൂയ. നിറമണികൾക്ക് മാത്രമേ പ്രതികൂലത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ദുഷ്ടനായ സാത്താൻ അടിച്ചുവിടുന്ന പോരാട്ടങ്ങളുടെയും വെല്ലുവിളികളുടെയും പരീക്ഷകളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നിറഞ്ഞ ആത്മീയ അനുഭവം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. ആത്മനിറവിൻ ജീവിതം നയിക്കണം. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകണം. സന്തോഷ സമൃദ്ധി ഉണ്ടാകണം. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. വടക്കേ ഇന്ത്യയിൽ രക്ഷിക്കപ്പെട്ട് വരുന്നവരുടെ വീടും കാറും ഒക്കെ അടിച്ച് പൊട്ടിച്ച് അവർ തിരിച്ചു വരുമ്പോൾ വീടൊന്നുമില്ല. മക്കളെ വരെ പിടിച്ചു പോയ ചരിത്രമുണ്ട്. ഭാര്യമാരെ തല്ലി ഓടിച്ച ചരിത്രങ്ങളുണ്ട്. ഭാര്യമാർ ഇട്ടെറിഞ്ഞിട്ട് പോയ ചരിത്രമുണ്ട്. ആ സഹോദരങ്ങൾ ചോദിക്കും, സഹോദരാ, ഇപ്പോൾ നിങ്ങളുടെ അനുഭവം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ എല്ലാം നഷ്ടമായെങ്കിലും എനിക്ക് സ്വർഗരാജ്യം കിട്ടി. സ്വർഗരാജ്യം കിട്ടുമെന്നൊരു ഉറപ്പായി. എനിക്ക് ആത്മീയ സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയം ദൈവിക സമാധാനത്താൽ നിറയപ്പെട്ടിരിക്കുക. ഊടുതുണി മാത്രമാണ് അവർക്കുള്ളത്. ശേഷമുള്ളവരുടെ ജീവിതമോ കർത്താവ് അത്ഭുതകരമായി അവർ നടത്തും. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. രക്ഷിപ്പാനും കഴിയണം, യഹോവയുടെ ഈ കുറുകിട്ടില്ല കേൾപ്പാനും കഴിയണം. അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല.
അവൻ സ്വർഗീയ സമ്പന്നനാണ്. നമ്മളെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ആവശ്യമുള്ളത് നൽകി തരും. അധികം തരത്തില്ല. അധികം തന്നാൽ നമ്മളെല്ലാം അഹങ്കാരികളായി പോകും. കേരളക്കരയിലെ പെന്തക്കോസ്ത് സമൂഹം അഹങ്കാരികളായി പോയി. കാരണം എന്താ? എല്ലാവരും കോടീശ്വരന്മാരായി. പണ്ട് പറയുമോ ലക്ഷപ്രഭു എന്ന് പറയും. ലക്ഷത്തിന് ഇപ്പോൾ കാക്കാജിന് വിലയില്ലാതായി. പണ്ട് നമ്മൾ 1 രൂപ കൊടുത്താൽ ഭിക്ഷക്കാരൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ 1 രൂപ കൊടുത്താൽ അവർ ചീത്ത പറയും, മുറിവുറുക്കും. മനസ്സിലായോ? കാലങ്ങൾ മാറി. കർത്താവിൻ്റെ വരവായി. നിറഞ്ഞ മണികളാണോ? തികഞ്ഞ ആത്മികരായി നിൽക്കുകയാണോ? സ്തോത്രം. മത്തായി 3 നമ്മൾ വായിച്ചത് എന്തായിരുന്നു? എന്താ വായിച്ചത്? വീശുമുറവൻ്റെ കയ്യിലുണ്ട്, കളത്തെ മുറ്റും വെടിപ്പാക്കി, കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിരുക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കെടാത്ത തീ, ചാകാത്ത പുഴു, ഉഷ്ണക്കാറ്റ്, തീ, ഗന്ധകം, കൂരിരുട്ട്, ദുർഗന്ധം, ഇതൊക്കെയാണ് നരകത്തിൻ്റെ അവസ്ഥ. കോടാനുകോടി വർഷം നരകത്തിൽ കിടക്കുന്ന അവസ്ഥയാണ് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഓർത്തോണം. കാറി പ്രസംഗിക്കുന്ന സാമ്പാഷണം ദൈവവചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, വിശുദ്ധിയോടെ നിർമ്മലോടെ ജീവിച്ചില്ലെങ്കിൽ എൻ്റെയും ദുരവസ്ഥ അത് തന്നെയാണ്. അതാ ഞാൻ ഭയപ്പെടുന്നത്, മറ്റൊന്നും ഭയപ്പെടുന്നില്ല. കാഹളം ധരിക്കാൻ സമയമായി. ദൈവസഭ മാറ്റപ്പെടാൻ സമയമായി. നിറമണികളായിട്ട് നിൽക്കുന്നുണ്ടോ? അതോ പാറ്റുമ്പോൾ പാറിപ്പോകുന്ന അവസ്ഥയാണോ? ഹല്ലേലൂയ. കളത്തെ മുറ്റും വെടിപ്പാക്കാൻ, ലോകത്തെ വെടിപ്പാക്കാൻ ദൈവം വരാൻ പോകുക. ക്രൈസ്തവ സമൂഹത്തെ വെടിപ്പാക്കാൻ ദൈവം വരാൻ പോകുക. പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും കർത്താവിൻ്റെ വരവിന് മുൻപ് ഒരുപക്ഷെ വന്നെന്ന് വരാം. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ, ആ പിശാചിൻ്റെ പരിശോധനകളുടെ പാറ്റലിൻ്റെ നടുവിൽ നീ പറന്നു പോകുമോ? അതോ നിറമണിയായി നിൽക്കുമോ? നിറഞ്ഞ ആത്മീയ അനുഭവത്തിൽ നിൽക്കുമോ? രക്ഷയുടെ സന്തോഷത്താൽ നിറയപ്പെട്ടിരിക്കുമോ? പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടായിരിക്കുമോ? സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുമോ? വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കുമോ? സന്തോഷ സമൃദ്ധി ഉണ്ടായിരിക്കുമോ? അതോ ആത്മീക പാപ്പരത്വത്തിൽ വെളിപ്പാട് 3 എഴുതിയിരിക്കുന്ന പോലെ കുരുടനും ദരിദ്രനും നഗ്നനുമായി തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായിട്ട് തീരുന്ന അവസ്ഥയായിരിക്കും നമ്മുടെ. ഒന്ന് പുനഃപരിശോധന ചെയ്താട്ടെ. ഈ പ്രസംഗം കേൾക്കുന്നവരൊന്ന് പുനഃപരിശോധന ചെയ്താട്ടെ. എൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞൊരു സന്ദേശമാണ് കമ്പിവാചകം പോലെ ഞാൻ പറയാനിടയായി. ഒത്തിരി കാര്യങ്ങൾ ഇതിനോട് ആഡ് ചെയ്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊന്നുമുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. കർത്താവ് വരാറായി. കാഹളം ധരിക്കാൻ സമയമായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുവോ? പെന്തക്കോസ്ത് സമൂഹമേ, ക്രൈസ്തവ ലോകമേ, സഹോദര സഹോദരി, ശുശ്രൂഷകന്മാരെ, നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുവോ? ഉണർന്നിരിക്കുന്നുവോ? സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ? പ്രത്യാശ നിർഭരമായൊരു ക്രിസ്തു ജീവിതം നയിക്കുന്നുവോ? ഒരു പരദേശിയെ പോലെ നീ ഇവിടെ ആയിരിക്കുന്നുവോ? നിനക്കിവിടെ ഒന്നുമില്ല. നീ ഒരു പ്രവാസിയെ പോലെ ആയിരിക്കുന്നുവോ? കുറച്ച് നാൾ വിദേശത്ത് പോയി പ്രവാസിയായി ജീവിച്ച് അവിടെ നിന്ന് അവർ ഓടിച്ചു വിടും, സ്വന്തം ദേശത്തേക്ക് വരും. നമ്മുടെ സ്വന്തം ദേശം ഇതല്ല. ഇവിടെ നമ്മൾ പരദേശിയാണ്. ഇവിടെ നമ്മൾ പ്രവാസിയാണ്. ഇവിടെ നമ്മുടെ ലഗേജ് കുറഞ്ഞിരിക്കണം. ഇവിടെ നമ്മുടെ സമ്പത്ത് കുറഞ്ഞിരിക്കണം. ഭൗതിക സമ്പത്ത് മാറ്റി ആത്മീക സമ്പത്തിലേക്ക് മടങ്ങി വരണം. അല്ലാതെ നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൽ കിടന്ന് കരയാം. കർത്താവ് പറഞ്ഞില്ലേ, യെരൂശലേം പുത്രിമാരേ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയുവിൻ. ദൂതിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്ത് കരഞ്ഞാട്ടെ, നിലവിളിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കൊരാത്മികനാകാൻ കഴിയുന്നില്ലല്ലോ കർത്താവേ, ഞാനൊരു പതിര് പോലെ ഇരിക്കുകയാണല്ലോ. സുവിശേഷ ഗോളത്തിൽ അല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളക്കരയിൽ, ഭാരതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ പിശാച് അവരിലൂടെ അഴിച്ചു വിട്ടാൽ ഞാൻ പാറിപ്പോകുന്നവനായി തീരുമോ എന്ന് ഒരു പുനഃപരിശോധന ചെയ്യാം. നിറമണിയായി, നിറഞ്ഞ ആത്മീയ അനുഭവമുള്ളവരായി, ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജീവം, ഇവയ്ക്ക് വിരുദ്ധമായി യാതൊരു ന്യായപ്രമാണമില്ല. കൃപാവരങ്ങളാലും ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെട്ട ഒരു ക്രിസ്തു ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ചെറിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. മാറാനാഥ, സ്തോത്രം, സ്തോത്രം.